നിനക്ക് ബോധ്യമുണ്ടോ? ആമേ സ്തോത്രം. നിന്റെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുന്ന രഹസ്യ പാപങ്ങളെ, ആമേ പാപത്തിന്റെ കണികകളെ, ആമേ സ്തോത്രം, നിന്റെ അകത്തുള്ള ആത്മാവിന്റെ പ്രോത്സാഹനത്തെ നശിപ്പിക്കുന്ന അവസ്ഥകളെ യേശുവിനോട് പകലൊന്ന് ഏറ്റുപറ. ഒരു പക്ഷെ അപ്പനോ അമ്മയോ പാസ്റ്റേഴ്സോ കാണുകത്തില്ലായിരിക്കാം, പക്ഷേ കാണുന്ന ഒരു ദൈവമുണ്ട്. അവനെ മറച്ചൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സകലതും കുഞ്ഞെ അവന്റെ മുമ്പിൽ, തൃക്കണ്ണിന് മുമ്പിൽ സകലതും നഗ്നവും മലർന്നുമായി തുറന്നു കിടക്കുമ്പോൾ ഈ പകൽ ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ കടന്നു വന്നവർ ആമേ ഹൃദയത്തിൽ നിന്ന് ശോധന ചെയ്യണം. ദൈവം എവിടെയെങ്കിലും കളങ്കമുള്ള എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ, അപ്പോൾ ഏതെങ്കിലും നിലയിലുള്ള കല്ലുകൾ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് പറക്കി കളയണമേ കുഞ്ഞെ. ഒരു പക്ഷേ ഹല്ലേലൂയ ആ നിലയിലുള്ള അനുഭവമായിരിക്കാം നിന്റെ അനുഗ്രഹത്തെ തടസ്സമാകുന്നത് കേട്ടോ. ആമേ നിന്റെ ഭാവിക്ക് ഒരു തടസ്സമായി നിൽക്കുന്നത്, നിന്റെ പഠനത്തിന് ഒരു തടസ്സമായി നിൽക്കുന്നത്, ആമേ നിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി നിൽക്കുന്നത് ഒരു പക്ഷെ നീ ദൈവസന്നിധിയിൽ കീഴ്പ്പെടാത്തത് കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ദൈവസന്നിധിയിലെ പാപത്തെ ഏറ്റുപറയാത്തത് കൊണ്ടായിരിക്കാം. കേട്ടില്ലേ? ഇന്ന് ആ കൃപയുടെ വാതിൽ അടയാറായി. നാളെയാകട്ടെ എനിക്ക് ജോലി കിട്ടട്ടെ, ഞാൻ ഡിഗ്രി പാസ്സാകട്ടെ, ഒരു നല്ല കരിയർ എനിക്ക് ലഭിക്കട്ടെ, എന്നിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിയട്ടെ, എന്നിട്ട് അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഹയർ സ്റ്റഡീസ് പോകട്ടെ, എന്നിട്ട് വെക്കണ്ട. നാളെ ഉണ്ടാകുമെന്നൊരു ഉറപ്പില്ലെന്ന്. ആമേൻ. നമ്മൾ നാളെ ഉണ്ടെന്നോ, ആമേൻ, ഇന്ന് കർത്തൃമേശയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുന്നമേ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് സ്വർഗത്തോട് ഏറ്റു പറയണം, നാളെ എന്നുള്ള ഒരു ദിവസം നമുക്കുള്ളതല്ല. ഇന്ന് അപ്പന്റെ സന്നിധിയിൽ ഏറ്റു പറയണം, കർത്താവേ, എന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏത് ഘടകമാകട്ടെ, ഒരു പക്ഷേ റിബല്യസ് മൈൻഡ് ആയിരിക്കാം, ഒരു പക്ഷേ സിൻഫുൾ നേച്ചർ ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, സകലതിനെ അപ്പന്റെ കരങ്ങളൊന്ന് ഏൽപ്പിക്കും. അവൻ നിന്നെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ്. ഈ കഷ്ടത്തിന്റെ പുറകിൽ പല റീസണാ. ആമേ, ഒരു പക്ഷേ നമ്മുടെ ഹൃദയമായിരിക്കാം, ഒരു പക്ഷെ നമ്മുടെ മനോഭാവമായിരിക്കാം. ആമേൻ. അല്ലെ അത് ദൈവത്തോട് നേരിട്ട് പറ, കപ്പാ, ഈ കഷ്ടത്തിൽ നിന്ന് എനിക്കൊന്ന് പോകണം, ഈ കുഴിയിൽ നിന്ന് എനിക്കൊന്ന് കരകയറണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഈ പകൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? അവൻ പറയുന്നു, അവൻ നിന്നെ തകർക്കുന്നവനല്ല, അവൻ നിന്നെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാ. ആമേ. അങ്ങനെയെങ്കിൽ യൗവനക്കാരെ, ഒരു കഷ്ടത ഇന്ന് ഇല്ലെങ്കിൽ നാളെ വന്നേക്കാം. ആമേ. പഠനത്തിന് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ,